രാവിലെ 4 കിലോമീറ്റർ അകലെയുള്ള ജോലി സ്ഥലത്തേക്ക് നടന്നു പോകുന്ന യുവതിയാണ്. പതിവ് പോലെ ജോലിക്ക് പുറപ്പെട്ടതാണ്. ബന്ധുവിനെ ഫോൺ വിളിച്ചു പോകുന്നതിനിടെ പെട്ടെന്ന് ആ തലക്കിൽ നിശബ്ദത. ഫോണിന്റെ മറുതലക്കിൽ നിന്ന് ഹലോ എന്ന് പലതവണ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കാൻ ആളില്ല. എന്തോ അപായം സംഭവിച്ചു എന്ന് മറുതലക്കുള്ള ആൾക്കൊരു അനുമാനമുണ്ടായി. പിന്നാലെ നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് ഗവിക്ക് സമീപമുള്ള വനത്തിൽ നിന്ന് അർദ്ധനഗ്നിയായ 32കാരുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് നിന്ന് സംശയാസ്പദമായ ബസ് കയറിപ്പോയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടുകയും ചെയ്തു. ബലാത്സംഗത്തിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ വിനോദ് നേരത്തെയും കൊലക്കേസ് പ്രതിയാണ്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടിലേക്കാണ്. എന്താണ് ഇന്ന് ഗവിയിൽ സംഭവിച്ചത്? പത്തനംതിട്ട ഗവി മീനാറിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. അംഗനവാടി ജീവനക്കാരിയായിരുന്ന 32 വയസ്സുകാരി അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. മീനാർ സ്വദേശിയായിട്ടുള്ള 32 വയസ്സുകാരി എല്ലാ ദിവസവും ഏതാണ്ട് 4 കിലോമീറ്റർ നടന്നാണ് അംഗനവാടിയിലെ ജോലിക്ക് വേണ്ടി പോയിരുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു ബന്ധുവിനെ ഫോൺ വിളിച്ച് അതുവഴി നടന്നു പോകുന്നു. ആ സമയത്ത് അവിടെ പതുങ്ങിയിരുന്ന പ്രതി യുവതിയെ കടന്നുപിടിക്കുകയും ബലം പ്രയോഗിച്ച് യുവതിയെ കീഴ്പ്പെടുത്തി പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ആ യുവതിയെ പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ കിട്ടാതെ വരുന്നു. അങ്ങനെ നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിൽ മീനാറിനോട് ചേർന്ന് തന്നെയുള്ള വനമേഖലയിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് യുവതി നഗ്നയായിരുന്നു. യുവതിയുടെ അരഭാഗത്തിന് താഴേക്ക് വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇതൊരു ബലാത്സംഗത്തിന് ഇരയായി യുവതിയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നാട്ടുകാരൊക്കെ എത്തിച്ചേർന്ന് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യം നാട്ടുകാർ ഈ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ വന്യമൃഗങ്ങൾ ആക്രമിച്ചതാണോ അല്ലെങ്കിൽ പാമ്പുകടിയേറ്റ് യുവതി ബോധരഹിതയായി കിടക്കുന്നതാണോ എന്ന സംശയമൊക്കെ നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ റോഡിൽ നിന്ന് മാറി ഏതാണ്ട് 200-300 മീറ്റർ അകലെ വനത്തിനുള്ളിലായിരുന്നു യുവതിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ മീനാറിൽ നിന്ന് വണ്ടിപ്പെരിയാർ വഴി കുമളിയിലേക്ക് പോയ KSRTC ബസ്സിൽ സഞ്ചരിച്ച പ്രതിയെ KSRTC ബസ് തടഞ്ഞു നിർത്തി വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാർ എന്ന് പറയുന്ന ആളാണ് പ്രതി. ഈ പ്രതി നിലവിൽ എന്തായാലും ഈ യുവതിയെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രതി പോലീസിനോട് പറയുന്നത്. അത് പോലീസ് പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ യുവതിയുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്നു, ഫോണിൽ സംസാരിക്കുമൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഈ പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എന്തായാലും പ്രതിയുമായിട്ട് വളരെ വിശദമായിട്ടുള്ള തെളിവെടുപ്പടക്കം നടത്താനായിട്ടാണ് പോലീസിന്റെ തീരുമാനം. ഈ പിടിയിലായിട്ടുള്ള പ്രതി അല്ലെങ്കിൽ ഈ വിനോദ് കുമാർ നേരത്തെയും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതിയാണ്. ഒരു കുഞ്ഞിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾ കൂടിയാണ് വിനോദ് കുമാർ. വിനോദ് കുമാറിനെ KSRTC ബസ്സിൽ നിന്ന് പിടികൂടുമ്പോൾ ഇയാൾക്കൊപ്പം 13 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അതാരാണ് നടക്കമുള്ള അന്വേഷണം കൂടി നടക്കുകയാണ്. എന്തായാലും നാട്ടുകാരുടെ വളരെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ പ്രതിയെ പിടികൂടാൻ സഹായിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സമയബന്ധിതമായി വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ പ്രതി എന്തിന് ഇത് ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വരികയുള്ളൂ. നിലവിൽ എന്തായാലും വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. സോയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.